അവസാനം കാത്തിരുന്ന പ്രണയം. പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് വിഷ്ണു താമസിച്ചിരുന്നത്. അവനൊരു സ്കൂൾ അധ്യാപകനായിരുന്നു. ശാന്തമായ ജീവിതം, വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഹൃദയം വളരെ നന്മയുള്ളത്. അതേ ഗ്രാമത്തിലേക്ക് ഒരു ദിവസം പുതിയ അധ്യാപികയെത്തി. അവളുടെ പേര് മാളവിക. സ്കൂളിന്റെ ആദ്യ ദിവസം തന്നെ വിഷ്ണു അവളെ കണ്ടു. ലളിതമായൊരു ചിരി, സംസാരിക്കുമ്പോൾ കണ്ണുകളിലൊരു പ്രകാശം. അത് വിഷ്ണുവിന്റെ മനസ്സിൽ പതിഞ്ഞു. അവൾ പുതിയ ഗ്രാമമായതിനാൽ പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. വിഷ്ണു അവളെ സഹായിച്ചു. സ്കൂളിന്റെ കാര്യങ്ങൾ, ഗ്രാമത്തിലെ വഴികൾ, കടകൾ എല്ലാം കാണിച്ചു. ദിവസങ്ങൾ കടന്നപ്പോൾ അവരുടെ സൗഹൃദം കൂടുതൽ അടുത്തു. സ്കൂൾ കഴിഞ്ഞ ശേഷം അവർ പലപ്പോഴും ഗ്രാമത്തിലെ ചെറിയ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുമായിരുന്നു. ചിരിച്ചും സംസാരിച്ചും സമയം കടന്നുപോകും. ഒരു ദിവസം മാളവിക ചോദിച്ചു, "വിഷ്ണു, നിനക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്താണ്?" വിഷ്ണു കുറച്ചു നിമിഷം ചിന്തിച്ചു പറഞ്ഞു, "എനിക്കിഷ്ടമുള്ള ആളുകൾ എപ്പോഴും സന്തോഷത്തോടെയിരിക്കുന്നത് കാണുന്നത്." മാളവിക അത് കേട്ട് ചിരിച്ചു. "അപ്പോൾ നീ വളരെ നല്ല മനുഷ്യനാണ്." അന്നുമുതൽ വിഷ്ണുവിന്റെ മനസ്സിൽ ഒരു പ്രണയം വളർന്നു. പക്ഷേ അവനത് പറയാൻ ഭയപ്പെട്ടു. സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയം. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ഒരു ദിവസം മാളവിക വിഷ്ണുവിനോട് പറഞ്ഞു, "എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അടുത്തയാഴ്ച ഞാൻ പോകണം." ആ വാക്കുകൾ വിഷ്ണുവിന് വലിയ ഒരു ആഘാതമായി. പറയാനുള്ള സമയമെത്തിയിരുന്നു. അവൻ ധൈര്യം കൂട്ടി പറഞ്ഞു, "മാളവിക, നീ പോകുന്നതിനു മുൻപ് ഒരു കാര്യം പറയണം. ഞാൻ നിന്നെ വളരെ സ്നേഹിക്കുന്നു." ഒരു നിമിഷം മാളവിക നിശബ്ദമായി നിന്നു. പിന്നീടവൾ ചിരിച്ചു. പക്ഷെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. "വിഷ്ണു, ഞാൻ ഇതേ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് കാലമായി കാത്തിരിക്കുകയായിരുന്നു." ആ ദിവസം അവർ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ ഉടനെ പറയാൻ കഴിയില്ല, പക്ഷേ അത് ഹൃദയത്തിൽ കാത്തിരിക്കും. അവസാനം പറയുമ്പോൾ ആ പ്രണയം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സന്തോഷമായി മാറും. കാരണം യഥാർത്ഥ പ്രണയം ഒരിക്കലും വേഗത്തിൽ വരില്ല, പക്ഷെ കാത്തിരുന്നാൽ അത് ജീവിതം മുഴുവൻ കൂടെയുണ്ടാകും. ഇതാണ് അവസാനം കാത്തിരുന്ന പ്രണയം.